2022 ഇലോൺ മസ്ക് ലോകത്തോടൊരു കാര്യം വിളിച്ചു പറഞ്ഞു. മനുഷ്യർ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകിയില്ലെങ്കിൽ മനുഷ്യ നാഗരികത തന്നെ തകർന്നടിയും. ഇതായിരുന്നു മസ്ക് എന്ന് പറഞ്ഞത്. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാർ കമ്പനി കെട്ടിപ്പടുത്ത റോക്കറ്റുകൾ വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരാൾ കാലാവസ്ഥാ വ്യതിയാനത്തേക്കാൾ വലിയ ഭീഷണി ജനസംഖ്യാ തകർച്ചയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നെറ്റിച്ചുളിച്ചു. എന്നാൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആ ഭയം എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് ബോധ്യമാകും. കാരണം ഈ പ്രതിസന്ധി യൂറോപ്പിലോ അമേരിക്കയിലോ ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് അത് നമ്മുടെ ഇന്ത്യയുടെ പടിവാതിൽക്കൽ വരെ എത്തി നിൽക്കുകയാണ്. അതെ, നിലവിൽ 150 കോടിയോളം ജനസംഖ്യയുള്ള ഈ രാജ്യം ഒരു ജനസംഖ്യാ തകർച്ചയുടെ വക്കിലാണ്. ഇതിനെക്കുറിച്ചുള്ള ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ വീഡിയോയുടെ വിഷയം. ഇത് കേവലം ഒരു തമാശയോ ഊഹാപോഹമോ അല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരും ഡെമോഗ്രാഫർമാരും ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് ഈ ജനസംഖ്യാ തകർച്ച? ഇത് എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത്? ഇതിൻ്റെ പരിഹാരമെന്ത്? തുടങ്ങിയ എല്ലാ വിവരങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ട്രാവൻകൂർ ഓപ്പറ ഹൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ജനസംഖ്യാ തകർച്ചയെക്കുറിച്ച് സംസാരിച്ചാൽ അത് വലിയൊരു തമാശയായി പലർക്കും തോന്നിയേക്കാം. എന്നാൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ആദ്യം നിങ്ങൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ TFR എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു സ്ത്രീ തൻ്റെ ജീവിതകാലത്ത് ജന്മം നൽകുന്ന കുട്ടികളുടെ ശരാശരി എണ്ണമാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യ കുറയാതെ നിലനിർത്തണമെങ്കിൽ ഈ നിരക്ക് കുറഞ്ഞത് 2.1 ആയിരിക്കണം. ഇതിനെ റീപ്ലേസ്മെൻറ്റ് റേറ്റ് എന്ന് വിളിക്കുന്നു. ഇതിൽ താഴെ പോയാൽ ജനസംഖ്യ കുറയും എന്നത് ഗണിതശാസ്ത്രപരമായ ഒരു ഉറപ്പാണ്. 1960കളിൽ ഇന്ത്യയുടെ TFR 6 ആയിരുന്നു. എന്നാൽ ഇന്ന് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ശരാശരി TFR 1.9 ഇടിഞ്ഞിരിക്കുന്നു. 2.3 നിന്നും 1.9 എത്തിയത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെയാണ്. മാത്രമല്ല, ലോക പ്രശസ്ത മെഡിക്കൽ ജേണലായ ദി ലാൻസെറ്റ് അടുത്തിടെ പുറത്തുവിട്ട പഠന റിപ്പോർട്ട് പ്രകാരം 2050 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.29 കൂപ്പുകുത്തും. അതായത് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ ജനസംഖ്യ ചുരുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്: ഇതൊരു നല്ല കാര്യമില്ലേ? തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൊടികുത്തി വാഴുന്ന 80 കോടിയോളം ആളുകൾക്ക് സർക്കാർ സൗജന്യമായി റേഷൻ നൽകേണ്ടി വരുന്ന നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ കുറയുന്നത് നല്ലതല്ലേ? ആളുകൾ കുറയുമ്പോൾ എല്ലാവർക്കും കൂടുതൽ വിഭവങ്ങൾ ലഭിക്കില്ലേ? ഒറ്റനോട്ടത്തിൽ ഈ യുക്തി ശരിയാണെന്ന് തോന്നാം. എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ഇവിടെയാണ് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന വില്ലൻ കടന്നു വരുന്നത്. ഒരു രാജ്യത്ത് ജോലി ചെയ്യാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണവും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുട്ടികളുടെയും വൃദ്ധരുടെയും എണ്ണവും തമ്മിലുള്ള അനുപാതമാണ് ഡിപ്പെൻഡൻസി റേഷ്യോ. ജനസംഖ്യ പെട്ടെന്ന് കുറയുമ്പോൾ സംഭവിക്കുന്നത് ജോലി ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം കുറയുകയും പരിചരണവും പെൻഷനും ആവശ്യമുള്ള വൃദ്ധരുടെ എണ്ണം കുതിച്ചുയരുകയും ചെയ്യും എന്നതാണ്. നിലവിൽ ഇതിൻ്റെ ഏറ്റവും ഭയാനകമായ ഉദാഹരണം ദക്ഷിണ കൊറിയയും ജപ്പാനുമാണ്. ഇന്ന് ദക്ഷിണ കൊറിയയുടെ TFR വെറും 0.72 ആണ്. അതായത് 200 കൊറിയൻ മാതാപിതാക്കൾക്ക് ജനിക്കുന്നത് വെറും 72 കുട്ടികൾ. ആ 72 പേർക്ക് ഭാവിയിൽ ജനിക്കാൻ പോകുന്നത് വെറും 25 കുട്ടികൾ. വെറും 3 തലമുറകൾ കൊണ്ട് കൊറിയൻ ജനസംഖ്യ ഭയാനകമായ രീതിയിൽ തുടച്ചു നീക്കപ്പെടുകയാണ്. സ്കൂളുകളിൽ കുട്ടികളില്ലാത്തതിനാൽ ആയിരക്കണക്കിന് സ്കൂളുകളാണ് ഇവിടെ അടച്ചുപൂട്ടുന്നത്. ജപ്പാനിലാകട്ടെ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത് 90 ലക്ഷത്തിലധികം വീടുകളാണ്. അവിടെ കുട്ടികൾക്കുള്ള ഡയപ്പറുകളേക്കാൾ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് മുതിർന്നവർക്കുള്ള ഡയപ്പറുകളാണ്. കൊഡോകുഷി അഥവാ ഒറ്റപ്പെട്ട മനുഷ്യരുടെ മരണം ജപ്പാനിൽ ഇന്ന് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. ഒറ്റപ്പെടൽ സഹിക്കാൻ വയ്യാതെ ജയിലിൽ പോയാൽ മറ്റുള്ളവരോട് സംസാരിക്കാമല്ലോ എന്ന് കരുതി ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വൃദ്ധർ പോലും അവിടെയുണ്ട് എന്ന് കേൾക്കുമ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരാം: ജപ്പാനും ചൈനയും കൊറിയയുമൊക്കെ വയസ്സാകുന്നുണ്ടല്ലോ, പിന്നെ ഇന്ത്യക്ക് മാത്രം വയസ്സാവുന്നത് കൊണ്ട് എന്താണ് ഇത്ര പ്രശ്നം? അവിടെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ദുരന്തം ഒളിഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഒരു കാര്യമുണ്ട്: ജപ്പാനും കൊറിയയും സമ്പന്നരായ ശേഷമാണ് വയസ്സായത്. എന്നാൽ ഇന്ത്യ ദരിദ്രരായിരിക്കെ തന്നെ വയസ്സാകാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു രാജ്യത്തെ 14% ആളുകൾ 65 വയസ്സിന് മുകളിലാകുമ്പോൾ ആ രാജ്യത്തെ വൃദ്ധരുടെ രാജ്യം എന്ന് വിളിക്കാം.
ജപ്പാൻ ഈ അവസ്ഥയിലെത്തുമ്പോൾ അവിടുത്തെ ഒരാളുടെ ശരാശരി പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ GDP ഏകദേശം $40,000 ആയിരുന്നു. ദക്ഷിണ കൊറിയയ്ക്ക് അത് $35,000, ചൈനയ്ക്ക് അത് $12,000 മുകളിലുമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം വെറും $2,800 മാത്രമാണ്. ഒരു ശരാശരി ദിവസ വേതനക്കാരൻ്റെ സാമ്പത്തിക നിലയുള്ളപ്പോൾ തന്നെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ്. ചൈനയും ജപ്പാനുമൊക്കെ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ മറികടന്ന് സമ്പന്നരായത്? അതിനുള്ള ഉത്തരമാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഏതൊരു രാജ്യത്തിൻ്റെയും ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന 30 മുതൽ 40 വർഷം വരെ നീളുന്ന ഒരു സുവർണ കാലഘട്ടമാണിത്. ഈ സമയത്ത് രാജ്യത്ത് കുട്ടികളെക്കാളും വൃദ്ധരെക്കാളും കൂടുതൽ തൊഴിൽ ചെയ്യാൻ ശേഷിയുള്ള യുവാക്കളായിരിക്കും ഉണ്ടായിരിക്കുക. 1990കളിൽ ഈ കാലഘട്ടം ഉപയോഗപ്പെടുത്തിയാണ് ജപ്പാൻ ലോകത്തെ സാമ്പത്തിക ശക്തിയായത്. 2010 ചൈനയും ഇത് കൃത്യമായി ഉപയോഗിച്ച് ലോകത്തിൻ്റെ ഫാക്ടറിയായി മാറി. ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് ആ സുവർണ കാലഘട്ടത്തിൻ്റെ മധ്യത്തിലാണ്. നമ്മുടെ ഈ യുവജനസംഖ്യയുടെ ഗ്രാഫ് 2041 അതിൻ്റെ പാരമ്യത്തിലെത്തും. അതിനുശേഷം അത് താഴേക്ക് പതിക്കും. ആ ഗ്രാഫ് ഒരിക്കൽ താഴേക്ക് പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. എന്നാൽ ഈ യുവത്വം ഒരു നേട്ടമായി മാറണമെങ്കിൽ അവർക്ക് തൊഴിൽ നൽകാൻ രാജ്യത്തിന് സാധിക്കണം. നമ്മൾ ചൈനയെ കണ്ടു പഠിക്കേണ്ടത് ഇവിടെയാണ്. 1980കളിൽ തങ്ങളുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആരംഭിച്ചപ്പോൾ ചൈന ഒരു നിർണായക തീരുമാനമെടുത്തു. അവർ തങ്ങളുടെ യുവാക്കളെ ഒന്നടങ്കം കൃഷിയിടങ്ങളിൽ നിന്നും ഫാക്ടറികളിലേക്ക് തിരിച്ചുവിട്ടു. സോളാർ പാനലുകൾ തൊട്ട് സ്മാർട്ട് ഫോണുകൾ വരെ അവർ നിർമ്മിച്ച് ലോകത്തിന് വിറ്റു. ആ തൊഴിലാളികളുടെ വേതനം സമ്പാദ്യമായി മാറി. ആ സമ്പാദ്യം രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിച്ചു. ഇന്ന് ചൈനയിലെ വൃദ്ധർക്ക് സർക്കാരിനെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള സമ്പാദ്യമുണ്ട്. എന്നാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? നമ്മുടെ തൊഴിൽ സേനയിലെ 85 മുതൽ 90% ആളുകളും യാതൊരുവിധ പെൻഷനോ ഇൻഷുറൻസോ ഇല്ലാത്ത അസംഘടിത മേഖലകളിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോഴും 46 മുതൽ 50%-ലധികം പേർ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു കർഷകന് തൻ്റെ കൃഷിയിടത്തിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഉൽപ്പാദനക്ഷമതയും വരുമാനവും ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ ലഭിക്കും. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച നടക്കുന്നത് കർഷകൻ ഫാക്ടറി തൊഴിലാളിയാകുമ്പോഴും അയാളുടെ മക്കൾ എഞ്ചിനീയർമാരോ IT പ്രൊഫഷണൽസോ ആകുമ്പോഴുമാണ്. ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരാം. കൃഷി ലാഭകരമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉയർന്ന ശമ്പളമുള്ള IT ജോലികൾ പോലും ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് തിരിയുകയും അതിൽ നിന്ന് വലിയ ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന നിരവധി പേരുടെ വാർത്തകൾ നാം ഇന്ന് കേൾക്കാറുണ്ട്. അതിനാൽ ഈ സംശയം പരിഹരിച്ച് മുന്നോട്ട് പോകാം. ഇന്ത്യയിലെ യഥാർത്ഥ പ്രശ്നം കൃഷിയല്ല, മറിച്ച് ആവശ്യത്തിലധികം ആളുകൾ കൃഷിയിൽ ഏർപ്പെടുന്നു എന്നതാണ്. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രച്ഛന്ന തൊഴിലില്ലായ്മ അഥവാ ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ യഥാർത്ഥത്തിൽ 2 പേരുടെ ആവശ്യമേ ഉള്ളൂ എന്ന് കരുതുക. അവർക്ക് വർഷത്തിൽ 1 ലക്ഷം രൂപയുടെ വരുമാനം ലഭിക്കുന്നു എന്നിരിക്കട്ടെ. എന്നാൽ മറ്റൊരു തൊഴിലും ഇല്ലാത്തതിനാൽ ആ കുടുംബത്തിലെ 5 പേർ അതേ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നു. ഇവിടെ ആളുകൾ കൂടിയാലും ഉൽപ്പാദനം ആ 1 ലക്ഷം രൂപയുടേത് മാത്രമായിരിക്കും. അതായത് ബാക്കി 3 പേരുടെ അധ്വാനം ഇവിടെ പാഴായി പോവുകയാണ്. ഇന്ത്യയിലെ 40%-ലധികം വരുന്ന ജനങ്ങൾ കൃഷിക്കാർ ആണെങ്കിലും രാജ്യത്തിൻ്റെ മൊത്തം GDP-യിലേക്ക് അവർ നൽകുന്ന സംഭാവന വെറും 16 മുതൽ 18% വരെ മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ സാധാരണ കർഷകർ ദരിദ്രരായി തുടരുന്നത്. ഇനി മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിലെ അധികമുള്ള 3 പേർ ഒരു ഫാക്ടറിയിലേക്ക് ജോലിക്ക് പോയാൽ എന്ത് സംഭവിക്കും? ഫാക്ടറിയിൽ യന്ത്രങ്ങളുടെ സഹായത്തോടെ ഒരാൾക്ക് തനിച്ചുണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ 100 മടങ്ങ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതായത് കൃഷിയിടത്തിൽ പാഴായി പോകുമായിരുന്ന ആ 3 പേരുടെ അധ്വാനത്തിന് ഇപ്പോൾ പുതിയൊരു മൂല്യം ലഭിക്കുന്നു. അവർക്ക് ഫാക്ടറിയിൽ നിന്ന് ശമ്പളം ലഭിക്കുന്നു. ഒപ്പം ബാക്കി 2 പേർക്ക് കൃഷിയിൽ നിന്നുള്ള മുഴുവൻ ലാഭവും എടുക്കാനും കഴിയുന്നു. കുടുംബത്തിൻ്റെ മൊത്തം വരുമാനം ഇവിടെ ഇരട്ടിയാകുന്നു. ഇനി നിങ്ങൾക്ക് ആദ്യം തോന്നിയ സംശയത്തിലേക്ക് വരാം. പലരും വലിയ ജോലികൾ ഉപേക്ഷിച്ച് കൃഷിയിൽ വൻ വിജയം നേടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ അവർ ചെയ്യുന്നത് ഇന്ത്യയിലെ സാധാരണ കർഷകർ ചെയ്യുന്ന പരമ്പരാഗത കൃഷിയല്ല, മറിച്ച് അഗ്രി ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ വാണിജ്യ കൃഷിയാണ്. കോർപ്പറേറ്റ് ലോകത്തു നിന്നും വരുന്നവർ കൃഷിയിലേക്ക് വരുമ്പോൾ വലിയ മൂലധനം, ആധുനിക സാങ്കേതിക വിദ്യകൾ, മികച്ച വിപണി പഠനം എന്നിവയുടെ പിൻബലത്തോടെയാണ് വരുന്നത്. അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിഭവങ്ങൾ അതേപടി വിൽക്കുകയല്ല ചെയ്യുന്നത്. പകരം അത് ജാം, അച്ചാർ അല്ലെങ്കിൽ ഓർഗാനിക് ബ്രാൻഡായി മൂല്യവർദ്ധനവ് നടത്തി ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നു. ഇതൊരു ബിസിനസ് മോഡലാണ്. എന്നാൽ ഇന്ത്യയിലെ 40% വരുന്ന സാധാരണ കർഷകർക്ക് ഈ സാങ്കേതിക വിദ്യയോ ലക്ഷങ്ങളുടെ മൂലധനമോ ലഭ്യമല്ല.
മഴയെ ആശ്രയിച്ച് കടം വാങ്ങി കൃഷി ചെയ്യുന്നവരാണ് അവരിൽ ഭൂരിഭാഗവും. ഇതുകൊണ്ടാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച നടക്കുന്നത് കർഷകൻ ഫാക്ടറി തൊഴിലാളിയാകുമ്പോഴും അയാളുടെ മക്കൾ എഞ്ചിനീയർമാരോ IT പ്രൊഫഷണൽസോ ആകുമ്പോഴുമാണ് എന്ന് പറയപ്പെടുന്നത്. ചുരുക്കത്തിൽ, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച നടക്കുന്നത് ജനങ്ങൾ കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കുമ്പോഴല്ല, മറിച്ച് കൃഷിയിൽ നിന്നും അധികമുള്ള മനുഷ്യപ്രയത്നം നിർമ്മാണ മേഖലയിലേക്കും പിന്നീട് IT ഉൾപ്പെടെയുള്ള സേവന മേഖലകളിലേക്ക് മാറുമ്പോഴാണ്. ചൈനയും അമേരിക്കയും ജപ്പാനുമെല്ലാം സാമ്പത്തിക ശക്തികളായത് ഇങ്ങനെയാണ്. അമേരിക്കയിൽ ജനസംഖ്യയുടെ വെറും 1.5% ആളുകൾ മാത്രമാണ് കൃഷി ചെയ്യുന്നത്. ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവർ രാജ്യത്തിന് വേണ്ട ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് ബാക്കി കയറ്റുമതിയും ചെയ്യുന്നു. ബാക്കിയുള്ള 98.5% ആളുകൾ മറ്റ് ഉയർന്ന മേഖലകളിൽ ജോലി ചെയ്ത് രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യ ചെയ്ത മറ്റൊരു വലിയ തെറ്റ് നമ്മൾ കാർഷിക മേഖലയിൽ നിന്നും IT പോലുള്ള സർവീസ് മേഖലകളിലേക്ക് നേരിട്ട് ചാടി എന്നതാണ്. IT മേഖലയ്ക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാർക്ക് ജോലി നൽകണമെങ്കിൽ ബൃഹത്തായ ഫാക്ടറികൾ തന്നെ വേണം. ഉൽപ്പാദന മേഖല ഇന്ന് ഇന്ത്യയുടെ GDPയുടെ വെറും 16 മുതൽ 17% മാത്രമാണ്. ചൈന ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അത് 25%-ന് മുകളിലായിരുന്നു. ചുരുക്കത്തിൽ, നമ്മൾ അഭിമാനിക്കുന്ന ഈ യുവജനസംഖ്യ ഒരു ടൈം ബോംബായി മാറാൻ അധികകാലം വേണ്ട. ഇന്നത്തെ ഈ 60 കോടി യുവാക്കൾ വരും ദശകങ്ങളിൽ വൃദ്ധരാകും. മികച്ച വരുമാനമോ ആരോഗ്യ ഇൻഷുറൻസോ ബാങ്ക് ബാലൻസോ ഇല്ലാതെ അവർ ഒരിക്കൽ വാർദ്ധക്യത്തിലെത്തിയാൽ അത് രാജ്യത്തിന് താങ്ങാൻ കഴിയുന്നതിലും വലിയൊരു ഭാരമാകും. കോടിക്കണക്കിന് ദരിദ്രരായ വൃദ്ധരെ ഊട്ടാൻ സർക്കാരിൻ്റെ ഖജനാവുകൾക്ക് കഴിഞ്ഞെന്നു വരില്ല. അതുകൊണ്ട് സർക്കാരും സമൂഹവും അടിയന്തരമായി കണ്ണു തുറക്കേണ്ടതുണ്ട്. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഭാഷയുടെയും പേരിലുള്ള തർക്കങ്ങൾ മാറ്റിവെച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ തടസ്സമായി നിൽക്കുന്ന നിയമങ്ങൾ മാറണം. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നമ്മുടെ യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകണം. ഇന്നത്തെ തൊഴിലാളിയെ നാളത്തെ സമ്പാദ്യക്കാരനാക്കി മാറ്റാൻ കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ഓരോ വ്യക്തിക്കും ആവശ്യമാണ്. 2041 എന്ന വർഷം കേവലം ഒരു അക്കമല്ല, അതൊരു അന്തിമ ശാസനം അഥവാ ഡെഡ് ലൈനാണ്. സാമ്പത്തികമായി നമ്മൾ സമ്പന്നരാകുന്നതിന് മുൻപ് പ്രായമാകാൻ നാം അനുവദിക്കുമോ? അതോ ഈ സുവർണാവസരം ഉപയോഗിച്ച് ഒരു ഉൽപ്പാദന ശക്തിയായി മാറുമോ? ഈ ഒരൊറ്റ ചോദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് 150 കോടി ജനങ്ങളുടെ ഭാവിയാണ്. കേവലം തിരഞ്ഞെടുപ്പുകളോ യുദ്ധങ്ങളോ മഹാമാരികളോ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ മാറ്റമായിരിക്കും വരും ദശകങ്ങളിൽ ഇന്ത്യയുടെ ജനസംഖ്യാ ഘടനയിലുണ്ടാകുന്ന ഈ മാറ്റം സൃഷ്ടിക്കാൻ പോകുന്നത്. സമയം ഒട്ടും ബാക്കിയില്ല, പ്രവർത്തിക്കേണ്ടത് ഇപ്പോഴാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെന്ന് കരുതുന്നു. നമ്മൾ കേവലം വാർത്തകൾക്കപ്പുറമുള്ള യഥാർത്ഥ വസ്തുതകൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്തരം ഗൗരവമേറിയതും ചിന്തിപ്പിക്കുന്നതുമായ കൂടുതൽ വിഷയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പങ്കുവയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.